ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ സീരിയൽ കില്ലർ സെബാസ്റ്റ്യന് പുറമെ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന സൂചന ബലപ്പെടുന്നു. മരണത്തിന് ശേഷം ബിന്ദുവിന്റെ അമ്പലപ്പുഴയിലെ ഭൂമി കൈക്കലാക്കിയതിൽ ആലപ്പുഴ കോടതിയിലടക്കം തിരിമറി നടന്നതായാണ് കണ്ടെത്തൽ. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ബിന്ദുവിന്റെ കുടുംബം നൽകിയ പരാതിയിൽ ബിന്ദു പത്മനാഭന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച അമ്പലപ്പുഴയിലെ ഭൂമി ഇടപാടിൽ അനുകൂല കോടതി വിധി സമ്പാദിച്ച് ഭൂമി വാങ്ങിയ സതീശന് ആലപ്പുഴ കോടതി നോട്ടീസ് അയച്ചു. 2006 കൊല്ലപ്പെട്ട ബിന്ദു 2007 വസ്തു ഇടപാടിനെ സംബന്ധിച്ച് ആലപ്പുഴ കോടതി അയച്ച സമൻസ് എങ്ങനെ കൈപ്പറ്റി എന്നതുൾപ്പെടെ ഞെട്ടിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത്. 6 മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ കേസ് കൊടുത്തു. പിന്നെ അതിൻ്റെ വിധി 4 വർഷം കഴിഞ്ഞ് വന്നു. ഇതൊക്കെ കുറച്ചൊരു പ്രാവശ്യം പറഞ്ഞു. ബിന്ദു വീട്ടിലിരുന്നു, ഞങ്ങൾ പോയി കണ്ട്. അന്നാ ഇതുപോലെ രജിസ്ട്രേഷൻ ഇല്ലല്ലോ. എന്റെ അടുത്ത് വന്നിട്ടല്ലേ അങ്ങോട്ട് പോയത്. ബിന്ദു പത്മനാഭൻ കേസിൽ ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇതിൽ സെബാസ്റ്റ്യൻ ഒറ്റക്കല്ല, സെബാസ്റ്റ്യന് കൂട്ടാളികളുണ്ട്. ഇതിൽ സതീശന് കൃത്യമായ പങ്കുള്ളതായി ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ളതാണ്. അമ്പലപ്പുഴയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വ്യാജരേഖകളടക്കം ചമച്ചുകൊണ്ടാണ് ബിന്ദുവിന്റെ ഭൂമി സതീശൻ തട്ടിയെടുത്തിട്ടുള്ളത്. അതിൽ മുതിർന്ന അഭിഭാഷകരടക്കമാണ് ഇതിൽ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഒരു അഭിഭാഷകന്റെ പേരിലേക്കാണ് പിന്നീട് അത് കൈമാറ്റം ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ മുതിർന്ന അഭിഭാഷകരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കോടതി ജീവനക്കാരും അടക്കം ഇതിൽ കണ്ണികളായിട്ടുണ്ട്. സതീശൻ ചേർത്തലയിലെ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഭൂമാഫിയ ഉണ്ടെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ബിന്ദു പത്മനാഭൻ തിരോധാന ആക്ഷൻ കൗൺസിൽ പ്രതി എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കുരുക്കിലേക്ക് ഒരു വലിയ ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിന്ദു പത്മനാഭന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ ഒരു വലിയ ഗൂഢാലോചന, അതിന് പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് ഇപ്പോഴും അവശേഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിന് പിന്നിൽ ആരെല്ലാം ആണ് എന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ പേരുകളിലേക്ക് ഇത് നീങ്ങുകയാണോ എന്നുള്ള ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. കാരണം 2006 ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ 2007 എങ്ങനെയാണ് കൈപ്പറ്റുക, ഭൂമി ഇടപാട് സംബന്ധിച്ച് വസ്തു ഇടപാടിനെ സംബന്ധിച്ച് എങ്ങനെയാണ് സമൻസ് കൈപ്പറ്റുക എന്നുൾപ്പെടെയുള്ള ഞെട്ടിപ്പിക്കുന്ന ചോദ്യങ്ങളും നിൽക്കുകയാണ്. എന്തായാലും ഒരു വലിയ ടേണിലേക്ക് ഈ കേസ് നീങ്ങുകയാണ് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തമായ ധാരണകളാണ് നമുക്ക് തെളിവ് സഹിതം കിട്ടുന്നത്. അതിൽ 2007 സമൻസ് കൈപ്പറ്റിയത് ഉൾപ്പെടെയുള്ള തെളിവുകൾ നിൽക്കുമ്പോഴാണ് സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനാ ശ്രമങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്നത്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് എന്ന് ചൂണ്ടിക്കാട്ടി ബിന്ദുവിന്റെ കുടുംബം നൽകിയ പരാതിയിലാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച അമ്പലപ്പുഴയിലെ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ചും ഒരു ചോദ്യചിഹ്നത്തിലേക്ക് നിൽക്കുന്നു. ശരണ്യ സ്റ്റേജിനുണ്ട് വിശദാംശങ്ങളുമായി. ശരണ്യ, ഒരു വലിയ ഗൂഢാലോചന, ഒരു ഭൂമാഫിയ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഇത് ഒരാളിലേക്ക് മാത്രം നിൽക്കുന്നതല്ല. സതീശന്റെ പേരിൽ ഉൾപ്പെടെയുള്ളവ ചോദ്യചിഹ്നത്തിൽ നിൽക്കുമ്പോഴേക്കും സ്വത്ത് തട്ടിയെടുക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യമെന്ന് അനുമാനിക്കേണ്ടി വരുമോ ഈ ഘട്ടത്തിൽ? ഹരി, തുടക്കം മുതൽ തന്നെ ഈ കേസിനകത്ത് ഭൂമാഫിയയുടെ ബന്ധത്തെ സംബന്ധിച്ച സംശയങ്ങൾ നിലനിന്നു. കാരണം വലിയ തോതിലാണ് ബിന്ദു പത്മനാഭന്റെ ഭൂമി ഈ കേസുമായി ബന്ധപ്പെട്ട് തട്ടിയെടുത്തിട്ടുള്ളത്. അതായത് ബിന്ദു കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത് പോലും വർഷങ്ങൾക്ക് ശേഷമാണ്. അതിനുള്ളിൽ തന്നെ ബിന്ദുവിന്റെ പേരിലുള്ള എല്ലാ ഭൂമിയും സാധാരണ ഒരാൾ ചെയ്യുന്നതിനപ്പുറത്തേക്ക് പല രേഖകളിലടക്കം തിരിമറി നടത്തിയാണ് പല ആളുകളെ വ്യാജമായി ബിന്ദു എന്ന പേരിൽ കൊണ്ടുവന്നൊക്കെ ഹാജരാക്കി രജിസ്ട്രേഷൻ ഓഫീസിലൊക്കെ കൊണ്ടുവന്നാണ് ഇതിനു മുമ്പ് ബിന്ദുവിന്റെ ഇടപ്പള്ളിയിൽ ഉൾപ്പെടെയുള്ള കണ്ണായ ഭൂമി ഉൾപ്പെടെ തട്ടിയെടുത്തിട്ടുള്ളത്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഐഷ, സെബാസ്റ്റിന്റെ ആദ്യകാല കൊലപാതകങ്ങൾ എന്ന് പോലീസ് പറയുന്ന ഐഷ ബിന്ദു പത്മനാഭൻ കേസുകളിൽ രണ്ടിലും ഈ സ്ഥലം ഇടപാടുകൾ പ്രധാന ഘടകമായി മാറിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പുറമെ ഈ 2 കേസുകൾ, ഇപ്പോൾ ഐഷ തിരോധാന കേസിൽ പോലീസ് കൂടുതൽ കാര്യങ്ങൾ തേടി വരികയാണ്. അതിനപ്പുറത്തേക്ക് ഐഷയും ബിന്ദു പത്മനാഭനും ഏറ്റവും ഒടുവിൽ ഏറ്റുമാനൂരിലേക്ക് വരികയാണെങ്കിൽ ഏറ്റുമാനൂരിൽ കൊല്ലപ്പെട്ട ഉൾപ്പെടെയുള്ള നിരവധി സ്ത്രീകൾ, 4ഓളം സ്ത്രീകൾ കൊല്ലപ്പെട്ട കേസിലാണ് ഇപ്പോൾ സെബാസ്റ്റ്യൻ ഈ കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ തടവിൽ ഉള്ളത്. അതിൽ ബിന്ദു പത്മനാഭൻ എന്ന ആദ്യത്തെ ഇരയെ സംബന്ധിച്ചിട്ടുള്ള നിർണായകമായ വിവരങ്ങൾ ഈ കേസിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ കോടതിയിൽ നിന്ന് പോയൊരു സമൻസ് ആണ് അതിൽ വളരെ പ്രധാനപ്പെട്ടത്. അതായത് ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടത്
നടന്നത് 2006 ആണ് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. 2006 ബിന്ദു പത്മനാഭന്റെ അമ്പലപ്പുഴയിലെ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ലഭിച്ച പണം കൈക്കലാക്കുന്നതിന് വേണ്ടി സീരിയൽ കില്ലറായ സെബാസ്റ്റ്യൻ ബിന്ദുവിനെ കൊലപ്പെടുത്തി, 1.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞത്. എന്നാൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ബിന്ദുവിന്റെ ഭൂമിക്ക്, അമ്പലപ്പുഴയിലെ ഭൂമിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് എല്ലാവരിലും സംശയം ഉളവാക്കുന്നതായിരുന്നു. സെബാസ്റ്റ്യന് തന്നെ സുഹൃത്തായിരുന്ന സതീശൻ എന്ന ചേർത്തല സ്വദേശി തന്നെയാണ് ഈ ഭൂമി ബിന്ദു പത്മനാഭനിൽ നിന്ന് വാങ്ങിയത് എന്നുള്ളതാണ്. സതീശൻ നമ്മളോട് പറഞ്ഞത് ഈ 2006 അവസാനത്തോടുകൂടി ബിന്ദു പത്മനാഭൻ തന്നെ മുന്നിൽ നേരിട്ടെത്തിയെന്നും തന്റെ അമ്പലപ്പുഴയിലെ ദേശീയപാതയോട് ചേർന്നുള്ള 15 സെന്റ് ഭൂമി, അതായത് നല്ല വിലയുള്ള ഭൂമി വിൽക്കാനായി തന്നിൽ നിന്നും തനിക്ക് അഡ്വാൻസ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബിന്ദു 1.5 ലക്ഷം കൈപ്പറ്റി എന്നുള്ളതാണ്. പിന്നീട് ബിന്ദുവിനെ കണ്ടോ എന്ന ചോദ്യത്തിന് ബിന്ദുവിനെ താൻ കണ്ടിട്ടില്ല, മറിച്ച് അതുമല്ല അതിനോടപ്പുറം 6 മാസങ്ങൾക്ക് ശേഷം, എഗ്രിമെന്റ് കഴിഞ്ഞ് കൃത്യം 6 മാസങ്ങൾക്ക് ശേഷം താൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. 4 വർഷത്തോളം ആ കേസ് വാദിച്ചാണ് തനിക്ക് ആ ഭൂമി സ്വന്തമായത് എന്നുള്ളതാണ് സതീശൻ വ്യക്തമാക്കിയത്. എന്നാൽ അങ്ങനെ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ അങ്ങനെയല്ല ബോധ്യപ്പെടുന്നത്. കോടതി രേഖകളിൽ ഈ ബിന്ദു അഡ്വാൻസ് നൽകിയെന്ന് ഇവർ പറയുന്ന, അഡ്വാൻസ് കൈപ്പറ്റിയെന്ന് പറയുന്നതിന് കൃത്യം 6-ാം മാസം ഇവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. 5 മാസത്തിൽ തന്നെ അനുകൂല വിധി സമ്പാദിച്ച് ഈ സ്വത്തുക്കൾ കോടതിയിൽ വെറും 65,000 രൂപ മാത്രം കെട്ടിവെച്ചുകൊണ്ട് സതീശന് വിട്ട് നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭൂമി അന്ന് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലെ രേഖകൾ തേടിയപ്പോൾ 2006 ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടു വന്ന ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുന്നുണ്ട്. 2007 കോടതി വ്യവഹാരങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ 2007 ബിന്ദു പത്മനാഭൻ ആലപ്പുഴ കോടതിയിൽ നിന്ന് അയച്ച സമൻസ് ബിന്ദു പത്മനാഭൻ നേരിട്ട് കൈപ്പറ്റിയതായാണ്. അതായത് കൊല്ലപ്പെട്ട വ്യക്തി 1 വർഷങ്ങൾക്ക് ശേഷം ഈ സമൻസ് നേരിട്ട് കൈപ്പറ്റിയതായാണ് കോടതിയിലെ രേഖകളിൽ ഉള്ളത് എന്ന് പറയുമ്പോഴാണ് ഇതിനകത്ത് മറ്റ് സഹായങ്ങൾ, ഞെട്ടിക്കുന്ന സഹായങ്ങൾ, അത് സെബാസ്റ്റ്യനിൽ മാത്രം ഒതുങ്ങുന്നതാണോ എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് വരുന്നത്. 2, ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ബിന്ദു ആ സമൻസ് കൈപ്പറ്റിയില്ലായിരുന്നുവെങ്കിൽ അബ്സ്കോണ്ടിങ് ആയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി ഈ വാങ്ങിയ ആളുകൾക്ക് വേഗത്തിൽ കിട്ടില്ലായിരുന്നു. അപ്പോൾ തെറ്റായ ഒരു അഡ്രസ്സ്, അതായത് ബിന്ദു പത്മനാഭന്റെ മാവേലിക്കരയിൽ ഉള്ള ഏതോ ഒരു തെറ്റായ അഡ്രസ്സിലാണ് ഈ സമൻസ് പോയിരിക്കുന്നത്. ആ തെറ്റായ അഡ്രസ്സിൽ കൊല്ലപ്പെട്ട ബിന്ദു പത്മനാഭൻ ആ സമൻസ് കൈവശം സ്വീകരിച്ചു എന്നുള്ളതാണ് കോടതി രേഖകളിൽ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ എങ്ങനെ കോടതി രേഖകളിൽ ഈ സമൻസ് എങ്ങനെ ബിന്ദു പത്മനാഭൻ കൈപ്പറ്റി എന്നുള്ള ചോദ്യം ഒന്നാമത്തായി നിലനിൽക്കുന്നു. 2, 5 മാസത്തിനുള്ളിൽ തന്നെ അനുകൂല വിധി സമ്പാദിക്കുന്ന ഈ സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി അതിനുശേഷം പിന്നീട് ആലപ്പുഴ കോടതിയിലെ അന്നത്തെ കേസ് വാദിച്ച ഏറ്റവും പ്രമുഖനായ അഭിഭാഷകൻ ആ സ്വത്ത്, അതായത് ബിന്ദു പത്മനാഭന്റെ സ്വത്ത് 5 മാസത്തിനുള്ളിൽ സതീശൻ അനുകൂല വിധി നേടിയെടുത്ത് കൊടുക്കുകയും ആ സ്വത്ത് തൻ്റെ സഹോദരനായി, അനിയനായി ആ ഭൂമി ആ അഭിഭാഷകൻ തന്നെ, ആലപ്പുഴ കോടതിയിലെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകൻ തന്നെ വാങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന. രാമകൃഷ്ണൻ എന്ന വ്യക്തിയുടെ പേരിലാണ് ആ ഭൂമി ഉള്ളത് എന്നുള്ളതാണ് സതീശൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ കോടതിയിൽ ഒരു കേസ് വരുന്നു, ആ സ്ത്രീ, മരണപ്പെട്ട ഒരു സ്ത്രീ, കൊല്ലപ്പെട്ട സ്ത്രീ സമൻസ് കൈപ്പറ്റിയെന്നുള്ള അടക്കമുള്ള രേഖകൾ കോടതിയിൽ വരുമ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതാണോ, അതിൽ ഉദ്യോഗസ്ഥരടക്കം ഇതിനകത്ത് മറ്റ് തിരിമറികൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഭൂമിക്ക് 1.5 ലക്ഷം ബിന്ദു നൽകുന്നു, 65,000 അവർ കോടതിയിൽ കെട്ടിവെക്കുന്നു. അപ്പോൾ അമ്പലപ്പുഴയിൽ ദേശീയപാതയോട് ചേർന്നുള്ള ഈ 15 സെന്റ് ഭൂമിക്ക് ഇത്ര മാത്രം വിലയാണ്. അപ്പോൾ വളരെ തുച്ഛമായ വിലയ്ക്കാണ് ഈ കൊല്ലപ്പെട്ട സ്ത്രീയിൽ നിന്നും ഈ ഭൂമി ഇവരുടെ കൈവശത്തിലേക്ക് വന്നിരിക്കുക. അപ്പോൾ ഇതിന്റെ ഇടപാടുകൾ മുഴുവൻ സംശയാസ്പദമാണ്. രണ്ടാമത്, ബിന്ദു പത്മനാഭന്റെ ഇടപ്പള്ളിയിലെ ഭൂമി 2013 സെബാസ്റ്റ്യൻ കൈക്കലാക്കുന്ന സമയത്ത് ഇവര് തമിഴ്നാട്ടിൽ നിന്നടക്കം ബിന്ദുവിന്റെ സർട്ടിഫിക്കറ്റുകളുടെ വ്യാജരേഖകൾ കൊണ്ടുവന്നിരുന്നു. ബിന്ദു എന്ന പേരിൽ മറ്റൊരു സ്ത്രീയെ ഹാജരാക്കി. അപ്പോൾ ഇത് എല്ലാം സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കാണോ ചെയ്തത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി ഉയർന്നു നിൽക്കുകയാണ്. ഐഷയുടെയും ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിലാണ് ഐഷ കൊല്ലപ്പെടുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ബിന്ദു കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഭൂമി തട്ടിയെടുക്കൽ എന്നുള്ള ലക്ഷ്യം ഇതിന്റെ പിന്നിൽ ഉണ്ട്. അത് ബിന്ദു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു അക്ഷയ ഖനിയായിരുന്നു, കോടികളുടെ സ്വത്തുക്കളുടെ ഉടമയായിരുന്നു. ആ സ്ത്രീയെ ഇത്തരത്തിൽ ബിന്ദു ഇല്ലാതായാൽ ഈ സ്വത്തുക്കൾ എല്ലാം തങ്ങൾക്ക് ലഭിക്കുമെന്ന് സെബാസ്റ്റ്യൻ മാത്രമാണോ ചിന്തിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഇനി ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കോടതിയിൽ എങ്ങനെയാണ്
കൊല്ലപ്പെട്ട വ്യക്തി സമൻസ് സ്വീകരിച്ചു എന്ന് നേരിട്ട് കൈപ്പറ്റിയെന്നും അതും തെറ്റായ അഡ്രസ്സിൽ പോയിരിക്കുന്ന സമൻസ് എങ്ങനെ കൈപ്പറ്റി എന്നുള്ളതും കോടതിയിൽ രേഖപ്പെട്ടു എന്നുള്ളതൊക്കെ ഉള്ള വിവരങ്ങൾ നിലനിൽക്കുന്നു. എന്തായാലും ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതി അടക്കം തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ബിന്ദുവിന്റെ സഹോദരൻ നൽകിയ പരാതിയിന്മേൽ ഇപ്പോൾ സതീശൻ, നമ്മളോട് നേരത്തെ സംസാരിച്ച സതീശൻ എന്ന വ്യക്തിക്ക് അടക്കം ഇപ്പോൾ സമൻസ് പോയിരിക്കുകയാണ്. ഇനി ഇവർ ഇതിനകത്ത് എന്ത് പറയും, അതായത് കൊല്ലപ്പെട്ട വ്യക്തി സമൻസ് സ്വീകരിച്ചത് എങ്ങനെ എന്നതുൾപ്പെടെ സതീശൻ അല്ല അതിന് ഉത്തരവാദിയെങ്കിൽ ആ ഓഫീസിലുള്ള അല്ലെങ്കിൽ കോടതിക്ക് അകത്ത് എന്ത് സംഭവിച്ചു എന്നൊക്കെ വിശദീകരിക്കേണ്ടി വരും. എന്തായാലും കൊലപാതക പരമ്പരകൾക്ക് അപ്പുറത്തേക്ക് മറ്റ് സർക്കാർ ഓഫീസുകളുടെ അടക്കം കൂട്ടായ ഒരു ഇടപെടൽ നടത്തി പലതും തട്ടിയെടുത്തതിന്റെ പല വിവരങ്ങളുമാണ് ഇപ്പോൾ സത്യം ഒരു കാലഘട്ടത്തിന് ശേഷം മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കുമ്പോഴേക്കും ഇതൊരു വലിയ തട്ടിപ്പിലേക്ക് നീങ്ങുകയാണ് എന്ന് വേണം തന്നെ കണക്കാക്കാൻ. ഇത് സെബാസ്റ്റ്യനിൽ മാത്രം ഒതുക്കുന്ന ഒരു കാര്യമല്ല. കോടതി വരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് 2006 മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ബിന്ദു പത്മനാഭൻ 2007 തെറ്റായ അഡ്രസ്സിൽ അയച്ച സമൻസ് എങ്ങനെ കൈപ്പറ്റിയെന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ, വലിയ സ്വത്തുക്കളുണ്ടായിരുന്ന ബിന്ദു പത്മനാഭന്റെ സ്വത്ത് വകകൾ തട്ടിയെടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളിൽ പിന്നിൽ ആരൊക്കെ തുടങ്ങി നിരവധി ചോദ്യങ്ങളിലേക്ക് നീങ്ങുന്നു. എന്തായാലും ആ തിരോധാന കേസിൽ ഒരു വലിയ ഗൂഢാലോചനയിലേക്ക് നീങ്ങുകയാണ് കാര്യങ്ങൾ. ശരണ്യ സ്നേഹയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇടവേളയിലേക്ക് പോകുന്നു, മടങ്ങിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.